അപ്പൊ നീക്ക് ഉടായ്പാണല്ലടാ. ഹിന്ദിക്കാരുടെ വേഷം കെട്ടി പാട്ട് പാടി മലയാളിയുടെ പൈസ മേടിക്കാൻ ഇറങ്ങിയേക്കല്ലടാ. വായ്പ കാണിച്ചെന്നാണ് പറയണത്. ഈ സാധനവും കൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരു ജംഗ്ഷനിൽ പോകാൻ പറ്റൂല. അവിടെ എല്ലാം ഹിന്ദിക്കാരന്മാരല്ലേ വിൽക്കണത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ സാധനങ്ങൾ എടുത്തോണ്ട് ഹിന്ദിക്കാരന്മാരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ വന്ന് അവന്മാരെ കവലയിൽ നമ്മൾ കച്ചവടം ചെയ്യും. നിനക്കൊക്കെ ഭാഷ വിഷയമല്ലേടാ? ഭാഷ എന്നൊരു വിഷയമേ അല്ല. ഇപ്പൊ മലയാളികൾ വരണമെങ്കിൽ മലയാളി പാട്ടങ്ങ് പാടണം, തമിഴന്മാരാണെങ്കിൽ തമിഴ് പാട്ട് പാടണം, പഞ്ചാബി ആണെങ്കിൽ പഞ്ചാബി പാട്ട് പാടണം, ബംഗാളികൾ വരണമെങ്കിൽ മലയാളം പാട്ട് പാടണം. ബംഗാളി വരുമ്പോ ബംഗാളി പാട്ടല്ലേ പാടണ്ടേ? ഇപ്പൊ ഏത് ബംഗാളിക്കടാ ബംഗാളി ഭാഷ അറിയാന്നുള്ള? എല്ലാം മലയാളം അറിയാവൂ. അത്രയേ ഉള്ളൂ. ഈ പാട്ടെല്ലാം പാടിയിട്ട് ഒരു പൈസ തന്നില്ലെങ്കിലോ? പാട്ട് മാത്രമല്ല, അല്ല പൂരപ്പാട്ട് പാടാനും എനിക്കറിയാം. അതിനേക്കാൾ എക്സ്പെർട്ട് ആണ് എന്റെ ഭാര്യ. മലയാളത്തിൽ പറയടി. ഒരു കൈപ്പറിൽ തന്നെ കേട്ടോ. ഇവരെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നിരി. എന്തോന്ന് ഇവരെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോന്ന്? അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. നീ സമ്മാനപ്പെടും. മാമ, ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാനാണല്ലോ മാമ വന്നത്. ഈ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുണ്ടെങ്കിലല്ലേ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റും. മാമന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മാമ? ഹണിമൂൺ നീ അവള് കേട്ടല്ലേ ആഘോഷിക്കുന്നത്? അതെ. അതിന് മാമന്റെ ഷർട്ട് എന്തിനാ ഊരുന്നത്? അല്ല, ഞാൻ ആ പറഞ്ഞ ഫ്ലോയിലങ്ങ് ഊരിയതാ. നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അതെ. നിനക്ക് ഹണിമൂൺ ആഘോഷിക്കണം. അതെ. ഞങ്ങൾ മാറിത്തരണം. അതെ. ഓക്കെ, ഹണിമൂൺ നടക്കട്ടെ. ആയിക്കോട്ടെ. മാമൻ പോയി. ആ മിഥുനത്തിലെ ഇന്നസെന്റിനെ കൂടെ അങ്ങ് പറഞ്ഞു വിടും. ഇതിനെല്ലാം കൂടെ എത്ര തൂണുണ്ടെന്ന് എണ്ണീട്ട് വാ. 2080 ഞാൻ എണ്ണി. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ എത്ര ജനലും വാതിലും ഉണ്ടെന്ന് എണ്ണ. 438 എണ്ണി തരാ. എനിക്ക് വേറെ ജോലി. ഒരു കാര്യം ചെയ്യ്. ഇതിന്റെ പുറകില് അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. അല്ല, പമ്പയാറ്. ഏതാടി? യമുന. ആ, യമുന നദി ഒഴുകുന്നുണ്ട്. അവിടെ പോയി കുറച്ച് നേരം കാണാൻ എന്തെങ്കിലും. അവിടെ ഒന്നും ഒന്നുമില്ലടേ. നദിയിലൊക്കെ എന്തോന്നിരിക്കുന്നു. അത് ശരിയാടാ, പണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. ഇപ്പൊ അവിടെ ഒന്നുമില്ല. ഈ ഹിന്ദിക്കാരി പെണ്ണുങ്ങള് തുണിയും മണിയില്ലാതെ വന്ന് കുളിച്ച് നാശമാക്കി ആ ഭാഗത്തായിട്ട് വരും. ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും ലാഗ് അടിക്കുന്ന വരത്തില്ലായിരുന്നു.